എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഖത്തറിൻ തലസ്ഥാനമായ ദോഹയിൽ വെച്ചിട്ട് അറബ് ലീഗിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെയും തമ്മിൽ ഏകദേശം 57 രാജ്യങ്ങൾ ഈ രണ്ട് സംഘടനയിലും പെടും. ഈ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് വലിയൊരു മീറ്റിംഗ് കൂടി. എന്തിനാണെന്നറിയും? അപ്പോൾ ഈ മീറ്റിങ്ങിൽ പാകിസ്ഥാൻ, തുർക്കി, ഇറാൻ അങ്ങനെയുള്ള ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കോമൺ അജണ്ട എന്തായിരുന്നു അറിയോ? അതിന് ഇസ്രയേലിനെ ഏത് വിധേയനും പ്രതിരോധിക്കുക. ഇപ്പോൾ ഇസ്രയേലിന് ഇപ്പോൾ വലിയ രീതിയിൽ യമനിൽ ആക്രമിക്കുന്നു, പാകിസ്ഥാനിൽ ആക്രമിക്കാൻ പോകുന്നു, ഇറാനിൽ ആക്രമിക്കുന്നു, തുർക്കിയിൽ ആക്രമിക്കുന്നു. അങ്ങനെ പല രീതിയിലും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ ഇസ്രയേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തടയിടുക, അതായത് അമേരിക്ക വിചാരിച്ചാൽ പോലും ഇസ്രയേലിനെ തടയിടാൻ പറ്റില്ല എന്നാണ് ഈ 57 രാജ്യങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾ എന്ത് പണിയെടുക്കുന്നത്? അമേരിക്ക ഇപ്പോൾ അവർ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക എങ്ങനെയും ഏത് വിധേയനായാലും ഇസ്രയേലിൻ്റെ കൂടെ ആയിരിക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാ രാജ്യങ്ങളും ഈ 57 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് വലിയ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൽ തന്നെ തുർക്കി, ഇറാൻ ഉൾപ്പെടെ രാജ്യങ്ങൾ പറയുന്നു, നമ്മൾ അറബ് നാറ്റോ പോലെയുള്ള സഖ്യങ്ങൾ രൂപീകരിക്കണം. അതായത് നാറ്റോ ഉണ്ടല്ലോ, നാറ്റോയുടെ ഒരു ക്ലോസ് ആണെന്ന്, നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാറ്റോയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആക്രമിച്ച രാജ്യത്തിനെതിരെ ഈ എല്ലാ രാജ്യങ്ങളും, നാറ്റോ ഉൾപ്പെട്ട എല്ലാ രാജ്യങ്ങളും ചേർന്ന് തിരിച്ചാക്രമിക്കും. അങ്ങനെ ഒരു ക്ലോസ് അതിനകത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അറബ് നാറ്റോ സഖ്യം ഇവിടെ ഉണ്ടാക്കണമെന്ന് ഇറാനും തുർക്കി ഉൾപ്പെടെ രാജ്യങ്ങൾ അതിന് ശക്തമായി വാദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ ഏത് നിമിഷവും, അതായത് ഗസാ സിറ്റി പിടിച്ചെടുത്ത ഉടനെ തന്നെ അടുത്തതായിട്ട് ഇസ്രയേൽ ആക്രമിക്കാൻ പോകുന്നത് ചിലപ്പോൾ തുർക്കി ആയിരിക്കും എന്നുള്ള ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിന് മുമ്പ് അത് ഏകദേശം 2023 ജൂലൈ മാസത്തിൽ നടന്നൊരു പത്രസമ്മേളനത്തിൽ നെതന്യാഹുവിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, നിങ്ങളുടെ പ്രധാനപ്പെട്ട 3 ശത്രുക്കളെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒന്ന് ഇറാനാണെന്ന് പറഞ്ഞു. അപ്പോൾ 3 ശത്രുക്കൾ പറയാൻ പറഞ്ഞു, ഒന്ന് ഇറാൻ, രണ്ടാമത് ഇറാൻ, മൂന്നാമത് ഇറാൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മാറി മറിഞ്ഞ സാഹചര്യത്തിൽ നെതന്യാഹുവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ചിലപ്പോൾ ഒന്ന് ഇറാനും, ഒന്ന് തുർക്കിയും, ഒന്ന് പാകിസ്ഥാനും ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും, തുർക്കിയും ഇറാനൊക്കെയാണ് ഈ ഹമാസിനൊക്കെ വേണ്ടി, പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ഒളിയുദ്ധങ്ങൾ നടത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ചെല്ലും ചെലവും പണവും ആയുധങ്ങളൊക്കെ കൊടുത്ത് അവരെ എല്ലാവിധ സപ്പോർട്ടുകളും മോറൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഇറാനും തുർക്കിയൊക്കെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രയേൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്, ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗസാ സിറ്റി പൂർണ്ണമായി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള ആയുധ നിർമ്മാണശാല കൊണ്ടുവരാൻ പോവുകയാണ്, ന്യൂ ജനറേഷൻ ആയുധശാല കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്ലൈമാക്സിൽ വെച്ചിട്ട്, അപ്പോൾ ഇനി ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ടേ കയറുമെന്നുള്ള ഒരു ലൈനിലാണ് ഇസ്രയേൽ. അപ്പോൾ ഇവർക്ക് ഹമാസിന് വേണ്ടിയിട്ടുള്ള അതായത് ഇസ്രയേൽ നിരന്തരം ആക്രമിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് ചെലവും കൊടുക്കുന്നത് ഈ തുർക്കിയും ഇറാനൊക്കെയാണ്. അപ്പോൾ അവർ ഏത് വിധേനയും അടിച്ചമർത്തുക, എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളൊരു ലൈനിലായിട്ടാണ് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്, അപ്പോൾ ഇതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അറബ് ലീഗിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ ഉൾപ്പെട്ട 57 രാജ്യങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്നിട്ട് ഇസ്രയേലിനെ എങ്ങനെ തടയിടും. ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കയുടെ നമ്മുടെ അടുത്ത ആളാണെന്നുള്ള ധാരണയൊന്നും അവർ കരുതുന്നില്ല. പക്ഷേ ഇസ്രയേൽ എങ്ങനെ തടയിടാൻ എന്ന രീതിയിലുള്ള വലിയ രീതിയിലെ നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ പാകിസ്ഥാനൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, ഇപ്പോൾ പാകിസ്ഥാനും സൗദിയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഉടമ്പടി സൈൻ ചെയ്തില്ലേ. അത് പാകിസ്ഥാൻ ഈ രാജ്യങ്ങളുടെ ഇടയിൽ ഒഫീഷ്യലായിട്ട് ആണവായുധം ഉള്ള ഒരു രാജ്യം പാകിസ്ഥാനാണ്. അപ്പോൾ ആ പാകിസ്ഥാൻ്റെ പക്കൽ നിന്ന് എങ്ങനെയെങ്കിലും ആണവോർജ്ജം കൈക്കലാക്കാനാണ് സൗദിയൊക്കെ നീക്കം നടത്തുന്നത്. അപ്പോൾ സൗദിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭാവിയിൽ തുർക്കിയുടെ കയ്യിലെത്തും, ഇറാൻ്റെ കയ്യിലെത്തും. അപ്പോൾ തുർക്കിയുടെയും ഇറാൻ്റെ കയ്യിലും ആണവായുധം എത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നത്? അത് ഇസ്രയേൽ പ്രയോഗിക്കും, ഇസ്രയേൽ നശിപ്പിക്കാം. അത് തന്നെയാണ് ഈ സൗദിയൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇവരുടെയൊക്കെ അടുത്ത അനുയായികളാണ് ഈ അമേരിക്ക. അപ്പോൾ ഈ രാജ്യങ്ങൾ, ഈ 57 രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾ അമേരിക്ക വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒളിഞ്ഞും പാത്തും, അമേരിക്കയുടെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അമേരിക്കയുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഈ അടുത്ത കാലത്തുണ്ടായി. അപ്പോൾ അതിങ്ങനെ ഉണ്ടായി. ഈ ഖത്തറിൽ കയറിയിട്ട് ഹമാസിൻ്റെ നേതാക്കന്മാരൊക്കെ, ഇപ്പം ഇസ്രയേൽ ഇപ്പോഴും ഗസയിൽ ഇതായിട്ട് ഹമാസിൻ്റെ ആൾക്കാരൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 സംഭവത്തിന് ശേഷം ഇങ്ങനെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും 2 വർഷമായിട്ട്, അതായത് പെട്ടെന്ന് തീരുമെന്ന് പ്രതീക്ഷിച്ച യുദ്ധം എന്തുകൊണ്ട് ഇതുവരെയായിട്ട് അവസാനിക്കുന്നില്ല? അപ്പോൾ ഇവർക്ക് ചെലവും കൊടുക്കുന്നു, മോറൽ സപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഖത്തറിൽ ഇരുന്നുകൊണ്ട് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്, അവർക്കൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ആ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് അവർക്ക് ലോകത്തിൻ്റെ നാനാവിധങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്ന് ആയുധങ്ങളും പണങ്ങളും
എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നൽകുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഖത്തറിലെ ദോഹയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അപ്പുറത്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയത്തിൽ ഇവർ ഒത്തുകൂടി ഒരു പരിപാടിക്ക് കൊണ്ട് ഒരു മീറ്റിംഗ് കൊണ്ട് ഒത്തുകൂടി ആ വിവരം മൊസാദ് ട്രാക്ക് ചെയ്യുന്നു. അത് ഉപയോഗിച്ച് ഏകദേശം പ്രിസിഷൻ അറ്റാക്ക് ഉപയോഗിച്ച് ആ ഫ്ലാറ്റിലെ 11ാമത്തെ ഫ്ലാറ്റിലെ ഏകദേശം 25 നിലകളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലെ 11ാമത്തെ നിലയിലായിരുന്നു അവരെല്ലാവരും ഒത്തുകൂടിയത്. കറക്റ്റ് പ്രിസിഷൻ അറ്റാക്ക് ഉപയോഗിച്ച് ആ 11ാമത്തെ നില മാത്രം ചാമ്പലാക്കി. അപ്പോൾ മൊസാദ് ഇസ്രായേൽ തന്നെ അവകാശപ്പെട്ടത് ഏകദേശം ഹമാസിൻ്റെ 18ഓളം ലീഡേഴ്സ് അവിടെ കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷേ ഇസ്രായേൽ പറഞ്ഞ പേരുകളൊക്കെ പിന്നീട് അവിടുത്തെ ആൾക്കാർക്ക് പിക്ചറും വീഡിയോകളൊക്കെ പിന്നീട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്ത് പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറബ് നാറ്റോ രൂപീകരിക്കാൻ പോയ 57 രാജ്യങ്ങൾ ഉടൻ തന്നെ അമേരിക്കയായിട്ട് വലിയ രീതിയിൽ ചർച്ച നടത്താൻ പോവുകയാണ്, ഒരു രഹസ്യ ചർച്ച നടത്താൻ പോവുകയാണ്. അത് ഓൾറെഡി അമേരിക്കയും ഈ രാജ്യങ്ങൾ തമ്മിലൊക്കെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഡീലെത്തിയാണ്. അതെങ്ങനെയാണ് പുറത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ അമേരിക്കയായിട്ട് വലിയ രീതിയിൽ ഒരു രഹസ്യ സംഭാഷണം നടത്താൻ പോവുകയാണ്, അപ്പോൾ ഇന്ത്യക്കൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യം പറഞ്ഞു. ഷഹബാസ് ഷെരീഫാണ് പറഞ്ഞത്. ഇത് വളരെ രഹസ്യമായിട്ടാണ് ഈ 57 രാജ്യങ്ങളും ഈ കാര്യം സൂക്ഷിച്ചത്, അമേരിക്കയായിട്ട് ഒരു സംഭാഷണത്തിൽ തയ്യാറാകുന്നില്ല. അപ്പോൾ ഈ ഷഹബാസ് ഷെരീഫ് പറഞ്ഞുകൊണ്ട് അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും പാട്ടായി. അപ്പോൾ അമേരിക്കയുടെ ആവശ്യം എന്താണെന്നറിയോ? അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ ഇസ്രായേലിൻ്റെ അടുത്ത് പറയണം ഇങ്ങനെ അറബ് രാജ്യങ്ങളെ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കരുത്, അത് ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ഈ 57 രാജ്യങ്ങൾ അമേരിക്കയോട് പറയും. അപ്പോൾ ഈ രാജ്യങ്ങൾ വേണ്ടതെന്നറിയോ? അമേരിക്ക മുൻകൈ എടുത്തിട്ട് ഇസ്രായേലിനെ ഒന്ന് തണുപ്പിക്കണം, ഇസ്രായേലിന് മൂക്കിക്കയറിടണം, അതാണ് ഇവർ ആവശ്യം. പക്ഷേ അത് ചെയ്യാം, അമേരിക്ക പറയും അത് ഞാൻ ചെയ്യാം, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. അമേരിക്കയുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇന്ത്യക്ക് നല്ല രീതിയിൽ പണി കൊടുക്കണം. അമേരിക്ക എന്താ ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഈ 57 രാജ്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യക്കിട്ട് പണി കൊടുക്കാം എന്നാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് തന്നെ ഈ ട്രേഡ് വിഷയം, താരിഫ് ട്രേഡ് അങ്ങനെ വിഷയത്തിൽ അമേരിക്ക ഇന്ത്യയായിട്ട് മുട്ട മുടക്കലാണ്. അതായത് അമേരിക്ക പറഞ്ഞ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതുകൊണ്ട് നമ്മൾ താരിഫ് ഏർപ്പെടുത്തുന്നു, 90% താരിഫൊക്കെ ഏർപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ലക്ഷ്യം അതല്ല. അവിടെ ജനിതക മാറ്റം വരുത്തിയ പല കാർഷിക വിളകളും ഡയറി പ്രോഡക്ട്സൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മാർക്കറ്റ് തുറന്നു കൊടുക്കണം. 145 കോടി ജനങ്ങളുള്ള ഏകദേശം അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ അത്രയും വരുന്ന മിഡിൽ ക്ലാസ് ഫാമിലി, അതായത് ബൈയിങ് പാരിറ്റി ഹൈ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ആ മാർക്കറ്റിലാണ് അമേരിക്കക്ക് കണ്ണ്. അപ്പോൾ അമേരിക്ക ആവശ്യം ഇവർ ഈ റഷ്യയുടെ ഭാഗത്ത് നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയമൊന്നുമല്ല, ഈ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ഇത്തരം പ്രോഡക്ട്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കുക, അതാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഇന്ത്യ ഒരു തരത്തിൽ അതിന് വഴങ്ങിക്കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്ത്യ സാമ്പത്തികമായിട്ട് അസ്ഥിരപ്പെടുത്താനും ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഡീപ് സ്റ്റേറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അവർ പല രീതിയിലും പല വഴികളും ഉപയോഗിച്ച് നോക്കി, പക്ഷേ ഒരു തരത്തിലും ഇവിടെ നടക്കുന്നില്ല. അപ്പം ബംഗ്ലാദേശിൽ കണ്ടു, മ്യാൻമറിൽ കണ്ടു, നമ്മൾ ശ്രീലങ്കയിൽ കണ്ടു, ഇതിനടുത്ത് നേപ്പാളിൽ ജൻസി കലാപം പോലും കണ്ടു. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നില്ല. ഇന്ത്യയിൽ അത് ഒരു തരത്തിൽ അവർ പഠിച്ച പണി 18 നോക്കി, പക്ഷേ ഒരു തരത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടും ഇന്ത്യ സാമ്പത്തികമായി തളർത്താൻ വേണ്ടിയിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ ഉടൻ തന്നെ അവിടെ പുറത്താക്കാനോ അവർക്ക് ഇനി ജോലി കൊടുക്കരുത് എന്നൊരു ആവശ്യം ചിലപ്പോൾ ഈ 57 രാജ്യങ്ങളുടെ മുന്നിൽ ഡൊണാൾഡ് ട്രംപ് വെച്ചേക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആവശ്യം, ഈ 57 രാജ്യങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ നിലക്ക് നിർത്തിയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയും ഞാൻ ഇസ്രായേൽ നിലക്ക് നിർത്താം, പക്ഷേ എൻ്റെ ഒരു ആവശ്യം നിങ്ങൾ അംഗീകരിക്കണം. ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ഏകദേശം ഈ അറബ് രാജ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം വരുന്നത് ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE ഇത്ര രാജ്യങ്ങളാണ്. അപ്പോൾ ഈ UAE ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ഈ അറബ് നാറ്റോ സഖ്യത്തിൽ ചേരാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വച്ചേക്കാം. അതായത് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ രാജ്യത്തു നിന്നുള്ള ഇന്ത്യക്കാരെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം, അവർക്കിനി ജോലി കൊടുക്കരുത് എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തിൽ തന്നെയാണ്. നമുക്കറിയാം കേരളം വലിയ രീതിയിലുള്ള ഈ വികസനം കൈവരിച്ചത്, ഇത്രയും വർഷമായിട്ട് വികസനം കൈവരിച്ചത് ഗൾഫ് മണി കൊണ്ടാണ്. അത് ഒരു തർക്കവുമില്ല. അല്ലാതെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ അവരുടെ പോളിസി കൊണ്ടോ ഇവിടുത്തെ മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസി കൊണ്ടോ ഉണ്ടായ വികസനമല്ല കേരളത്തിലെ ആൾക്കാർ പണ്ടേ ഇവിടുന്ന് കുടുംബത്തെയും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അവിടെ പോയിട്ട് ചോര നീരാക്കി അവിടെ അയച്ചു കൊടുത്ത കാശ് കൊണ്ട് ഇവിടെ ഡെവലപ്പായതാണ് ഇന്നീ കാണുന്ന കേരളം. അല്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ് പോളിസി കൊണ്ടോ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം കൊണ്ടോ ഉണ്ടായ ഡെവലപ്മെൻ്റ് അല്ല നമ്മളിവിടെ കാണുന്നത്. ഓരോ മനുഷ്യനും പച്ച മനുഷ്യനും ഒരു സാധാരണക്കാരൻ ചോര നീരാക്കി തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും നാട്ടിന് വേണ്ടിയിട്ടൊക്കെ അവിടെ എല്ലാം വിട്ടിട്ട് നാടും വീടും കുടിയൊക്കെ വിട്ടിട്ട് അന്യദേശത്ത് പോയിട്ട് ചോര നീരാക്കി ഉണ്ടാക്കി അവിടുന്ന് അയച്ച കാശ് കൊണ്ട് കാണുന്നതാണ് ഇന്നീ കേരളം പടുത്തുയർത്തിയത്. അതിനൊരു തർക്കമില്ല. അത് ഡൊണാൾഡ് ട്രംപിനൊക്കെ നന്നായിട്ട് അറിയാം. കേരളം മാത്രമല്ല
മാത്രമല്ല പല സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇനി ജോലി ഇന്ത്യക്കാർക്കല്ലേ ജോലി കൊടുക്കരുത്, അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഇനി ഇന്ത്യയിൽ വേണ്ട, ഇന്ത്യ സാമ്പത്തികമായി ഒരു തരത്തിലും വളരരുത്, അവരെ തളർത്തണം, അങ്ങനെ തളർത്തിയാൽ മാത്രമേ ഇവരുടെ അമേരിക്കയുടെ ആവശ്യം നടക്കൂ. അപ്പോൾ എന്ത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്? ഇതാണ്, അറബ് രാജ്യങ്ങളോട് വലിയ രീതിയിൽ നിർദ്ദേശം കൊടുക്കും, ഇന്ത്യക്കാർക്ക് ഇനി അറബ് രാജ്യങ്ങളിൽ ജോലി കൊടുക്കരുത് എന്ന്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വലിയ രീതിയിൽ ബാധിക്കും. വലിയ രീതിയിൽ എന്നല്ല, അതൊരു വൻ ദുരന്തമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യയിൽ മൊത്തം ടോട്ടലി നോക്കുകയാണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഏതറ്റം വരെയും പോവും ഡൊണാൾഡ് ട്രംപ്, അതായത് ഇന്ത്യ തകർക്കാൻ വേണ്ടി അറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.